കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കിളിക്കൂടിൽ എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കില. തിരുവോണത്തിന്റെ തലേദിവസം രാത്രി എല്ലാവരും അടുക്കളയിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കില. ആ സമയത്ത് അച്ഛനും അങ്ങോട്ട് പതുങ്ങി വന്ന് ആരും കാണാതെ കുറച്ച് അച്ചാർ പാത്രത്തിലെടുത്തു പോകുന്നത് നിധിയും ഒരു പുഞ്ചിരിയോടെ ശ്രദ്ധിക്കുകയാ. പിന്നീട് രാവിലെ ആവുമ്പോൾ എല്ലാവരും ഓണക്കോടിയെല്ലാം എടുത്ത് മുറ്റത്ത് പൂക്കളത്തിന്റെ മുൻപിൽ നിൽപ്പാ. അവിടെ അച്ഛൻ പൂക്കളത്തിന് നടുവിൽ തൃക്കാക്കരയപ്പനെയെല്ലാം വെച്ച് പൂജ നടത്തുകയാ. ഇതൊക്കെ ചെയ്യോ എന്ന് ഹരീഷ് സംശയത്തോടെ സുഭാഷേട്ടനോടായി ചോദിക്കേ. ചെയ്യുമായിരിക്കും അല്ലേ എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. പൂജയെല്ലാം കഴിഞ്ഞ് മാവേലി നാടുവാണിയിടും കാലം എന്ന പാട്ട് അച്ഛൻ പാടവേ കൂടെ സുഭാഷും കൂട്ടരും ഏറ്റുപാടുകയാ. പിന്നീട് അച്ഛൻ ഉറക്കെ ആർപ്പോ വിളിക്കുമ്പോഴേക്കും എല്ലാവരും ഒത്തുചേർന്ന് ഇറോ വിളിക്കുക. പിന്നീട് ഉച്ചയാവുമ്പോൾ നിലത്ത് പാവിരിച്ച് ഇലയിട്ട് സദ്യ വിളമ്പുകയാ. ഓണക്കൊടിയും എടുത്ത് നീതുവും അങ്ങോട്ടെത്തിയിരുന്നു. നിധിയും കൂട്ടരും ഓണസദ്യയുടെ വിഭവങ്ങളെല്ലാം വിളമ്പുമ്പോഴേക്കും എല്ലാവരും ഇരുന്നിട്ട് ചോറ് വിളമ്പാമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. സുഭാഷയുടെ മൊബൈലിൽ ചാന്ദിനിയെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് ശ്രദ്ധിക്കുന്ന സുദേശം എന്തായിട്ടാ എത്താറായില്ല ഇതുവരെ, ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയേ. എടുക്കുന്നില്ലടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അത് കേൾക്കെ അച്ഛനും എന്താടാ ആരാ വരാനുള്ളത് എന്ന് ചോദിക്കുക. ആരാന്നോ എന്ന് ചോദിച്ച് ഒരു ഹിന്ദി പാട്ടുപാടി സുദേശ് സുഭാഷിനെ കളിയാക്കുകയാ. അപ്പോഴാണ് ഒരു ഓട്ടോ കിളിക്കൂടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ച സുദേശും ദേ എത്തിയല്ലോ ആള് എന്നൊരു പുഞ്ചിരിയോടെ പറയേ. ഓട്ടോയിൽ നിന്നിറങ്ങുന്ന ചാന്ദിനിയെ ശ്രദ്ധിച്ച് നിൽപ്പാ സുഭാഷും. സെറ്റ് സാരിയെല്ലാം എടുത്ത് സുന്ദരിയായാണ് ചാന്ദിനിയുടെ വരവ്. കൂടെ അവിനാശുമുണ്ട്. ചാന്ദിനിയും അവിനാശും ഹാളിലേക്ക് എത്തുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്, നിങ്ങളെ കാണാതെ ഇവിടെ ഒരാൾക്ക് ഇരി പുറക്കുന്നില്ലെന്ന്. അത് കേട്ട് സുഭാഷും അല്ല കഴിക്കാനുള്ള നേരമായി അതുകൊണ്ടായെന്ന് പറയുകയാണ്. അത് ശരിയാ, ഭക്ഷണം ശരിയായ സമയത്ത് വിളമ്പിയില്ലെങ്കിലേ സുഭാഷ് ഏട്ടന്റെ മൂഡ് പോകുമെന്ന് ഹരീഷും പറയുന്നുണ്ട്. സുഭാഷ് പുഞ്ചിരിയോടെ നിൽക്കുന്ന ചാന്ദിനിയെ കഴിക്കാനായി വിളിക്കുമ്പോഴേക്കും അവൾ സുഭാഷിനെ വിളിച്ചു നിർത്തി താൻ കൊണ്ടുവന്ന ഓണ സമ്മാനം കൊടുക്കുകയാ. ഒരു ഷർട്ടും മുണ്ടുമാണ് അവൾ സുഭാഷിന് സമ്മാനമായി നൽകിയത്. അവനത് തുറന്നു നോക്കി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അതുമായി റൂമിലേക്ക് പോവുകയാ. നികേഷും പറയുന്നുണ്ട്, ചാന്ദിനി എടുത്തി സുഭാഷ് ഭയ്യ ഏട്ടത്തിക്ക് വേണ്ടത് പെഹലെ എടുത്തു വെച്ചു എന്ന്. അപ്പോഴേക്കും അവർക്കുള്ള ഓണ സമ്മാനവുമായി സുഭാഷ് അങ്ങോട്ട് എത്തുകയാ. അവിനാശിനും ചാന്ദിനിക്കും താൻ വാങ്ങിച്ച ഡ്രസ്സ് അവൻ സമ്മാനമായി കൊടുക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ആ സ്പെഷ്യൽ അങ്ങ് കൊടുക്ക് എന്ന് സുധീഷും വിളിച്ച് പറയുന്നുണ്ട്. അതുകൾക്ക് ചാന്ദിനിയും സ്പെഷ്യൽ എന്ന് സംശയത്തോടെ ചോദിക്കേ. അതെ എന്ന് തലയാട്ടിക്കൊണ്ട് തന്റെ കയ്യിലുള്ള കവറിൽ നിന്ന് ആ ചുവന്ന കുപ്പിവളകൾ പുറത്തേക്ക് എടുക്കുക സുഭാഷ്. അവനത് അവളുടെ നേരെ നീട്ടുമ്പോഴേക്കും ചാന്ദിനി തന്റെ കയ്യിലെ വളയൂരി തന്റെ കൈ അവന്റെ നേരെ നീട്ടുകയാ. അത് കണ്ട് സുഭാഷും പരിഭ്രമത്തോടെ എല്ലാവരെയും ഇടം കണ്ണിട്ട് നോക്കുമ്പോഴേക്കും ഓ ആ കയ്യിലേക്കൊന്ന് ഇട്ട് കൊടുക്കടാ കഴുതേ എന്ന് അച്ഛനും വിളിച്ച് പറയുകയാ. എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കെ ചാന്ദിനിയുടെ കൈകളിലേക്ക് സുഭാഷ കുപ്പിവള അണിയിക്കുകയാണ്. അത് കണ്ട നീതുവും ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് കണ്ടില്ലേ ഇതാണ് പ്രേമം, അല്ലാതെ നിങ്ങൾ കാണിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിനക്ക് ഓണക്കോടി വാങ്ങി തന്നില്ലേ എന്ന് ഹരീഷും ചോദിക്കുക. പക്ഷേ വളയിട്ടു തന്നോ ഇല്ലല്ലോ എന്ന് നീതുവും. അതിനിടയിൽ സുരേഷ് പവിത്രം സീരിയലിന്റെ ടൈറ്റിൽ സോങ്ങും പാടുകയാ. പാട്ടിന്റെ അവസാനം അവൻ പ്രേമാവകാശമേ എന്ന് പാടിക്കൊണ്ട് നിധിയുടെ നേരെ നോട്ടം അയക്കുമ്പോഴേക്കും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കുകയാ. അത് കണ്ട് സുധീഷും എന്നാ പിന്നെ നമുക്കെല്ലാവർക്കും കഴിച്ചാലോ, വല്ലാത്ത വിശപ്പേ എന്ന് പറയേ. എന്നാ പിന്നെ എല്ലാരും ഇരിക്കെ ഞാൻ വിളമ്പാമെന്ന് അച്ഛനും പറയുകയാ. അച്ഛൻ ഇരുന്നു ഞാൻ വിളമ്പാമെന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും ഓ ഇന്നെങ്കിലും നീ വിളമ്പുകാരനാവാതെ ഒന്നിരിക്കട എന്ന അച്ഛനും. അത് തന്നെ സുഭാഷ് ഏട്ടൻ വന്നിരിക്കുന്ന സുധീഷും വിളിക്കുകയാ. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാനായി ഇലയ്ക്ക് മുമ്പിലേക്ക് ഇരിക്കുമ്പോഴേക്കും അച്ഛൻ എല്ലാവർക്കും ചോറ് വിളമ്പിക്കൊടുക്കുകയും എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പിൽ അച്ഛൻ പിന്നാമ്പുറത്തേക്ക് പോയി തന്റെ അരയിലെ ബ്രാൻഡിക്കുപ്പി എടുത്ത് കുറച്ച് കഴിച്ച ശേഷം വീണ്ടും ഹാളിലേക്ക് വന്ന് മോളെ പായസം എടുക്കാറായോ എന്ന് ചോദിച്ച് പൂവേ പൊലി പൂവേ പാട്ടും പാടി എല്ലാവരുടെയും ഇലയിലേക്ക് പായസം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടെ അത് കഴിക്കുകയാ. പിന്നീട് ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാവുമ്പോൾ സുഭാഷ് ഏട്ടൻ എല്ലാവർക്കും ചായയുമായി ഹാളിലേക്ക് എത്തുകയാ. നിധിയും സുധീഷും നികേഷും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഹരീഷ് എവിടെ, ഹരീഷ് എന്ന് സുഭാഷ് നീട്ടി വിളിക്കുമ്പോഴേക്കും നിധിയും കൂട്ടരും ചായ എടുത്ത് കുടിക്കാനായി തുടങ്ങുകയാ. അപ്പോഴാണ് ഗായത്രിയുടെ ഫ്രണ്ട്സ് സ്കൂട്ടിയിൽ കിളിക്കൂട്ടിലേക്ക് എത്തുന്നത്. ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. വണ്ടി നിർത്തുമ്പോഴേക്കും അതിലൊരുത്തം പറയുന്നുണ്ട്, അവരുടക്കം എനിക്ക് ഉറപ്പാന്ന്. പുറകിലിരുന്നവനും വണ്ടിയിൽ നിന്നിറങ്ങി അങ്ങനെ ചീറ്റ് ചെയ്തിട്ടവൻ അകത്ത് കയറി ഇരിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷ എന്ന് ഉറക്കി വിളിക്കുകയാ.
അത് കണ്ട് അച്ഛനും അവരോടായി ചോദിക്കുന്നുണ്ട്, ആരാ പിള്ളേരെ നിങ്ങള്, സുധീഷിന്റെ ഫ്രണ്ട്സ് ആണോന്ന്. അതെ എന്നവർ മറുപടി പറയുന്നവർക്ക് ഇത്ര ഡീസന്റ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഇവന്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ എന്ന് അച്ഛനും സംശയത്തോടെ ആലോചിക്കുകയാണ്. അവർ വീണ്ടും സുധീഷ് എന്ന് വിളിക്കുമ്പോഴേക്കും സുധീഷ് എഴുന്നേൽക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നീ ഇവിടെ ഇരിക്കെ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. ഹാളിലേക്ക് വന്ന ഹരീഷും അവരെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. സുഭാഷ് അവരുടെ അരികിലേക്ക് ചെന്ന്, ആരാ മക്കളെ നിങ്ങളെ എന്ന് ചോദിക്കേ, സുധീഷിനെ കാണണം എന്ന് അവരും പറയുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് പറ മക്കളെ എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കേ. പറഞ്ഞില്ലേ ഞങ്ങൾക്ക് സുധീഷിനെ കാണണം. സുധീഷേ എന്നവർ വീണ്ടും വീട്ടിലേക്ക് നോക്കി വിളിക്കുക. അപ്പോഴേക്കും ഹരീഷും നികേഷും എല്ലാം അങ്ങോട്ട് എത്തിയിരുന്നു. ഡാ എന്താടാ എന്ന് ഹരീഷ് ചോദിക്കേ. എത്ര തവണ പറഞ്ഞു സുധീഷിനെ കാണണമെന്ന്, അവന് വിളിക്കേ എന്നിവർ പറയുന്നത് കേൾക്കെ സുധീഷും ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിൽ നിന്ന് അവരെ തന്നെ നോക്കുകയാ. അവനെ കണ്ട ഗായത്രിയുടെ ഫ്രണ്ട്സും ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഹാളിലേക്ക് കയറി പോവുകയാ. അപ്പോ അത്ര ഡീസന്റ് ആയ പിള്ളേരല്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. അവർ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന്, ഡോ തനിക്ക് നാണമുണ്ടോടോ, എന്ത് പോക്കൃത്തരാടോ താൻ കാണിക്കുന്നേ എന്ന് ചോദിക്കേ. നിധി ഒന്ന് നോക്കി ഒന്ന് പതുക്കെ സംസാരിക്കേ എന്ന് സുധീഷ് അവരോടായി പറയുന്നുണ്ട്. അവളെ അങ്ങ് പറ്റിച്ചു കളയാമെന്ന് വിചാരിച്ചോ? രാത്രി മുഴുവൻ ഇരുന്ന് കുറുകുമ്പോ അത് ലവ് ആണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ അവർ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നവൾക്ക്, ഡാ ചെറുക്കാ വന്നേ, പുറത്തു നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുക. എന്തിനാ പുറത്തു നിന്ന് സംസാരിക്കുന്നത്, ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചാ മതി, എല്ലാവരും കേൾക്കട്ടെ എന്നിവർ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു പറയേ. നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞു സുധീഷ് അവരെയും തള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. പുറകെ സുഭാഷും ഹരീഷും നികേഷും എല്ലാം മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ പയ്യന്മാർ വീണ്ടും പറയുകയാ, ഗായത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. നികേഷും പറയുകയാ, ഡാ സമാധാനമായി സംസാരിക്ക, നിങ്ങൾ ചോദിച്ചതിന് സുധീഷ് ഏട്ടൻ മറുപടി പറയുന്നില്ലേ, അപ്പോ ബഹളം വെക്കണ്ടാന്ന് അവർ വീണ്ടും പറയുന്നുണ്ട്. ഗായത്രിയുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ കുറെ കാലം അതും ഇതും പറഞ്ഞു നടന്നിട്ട് ഒരു പോക്കങ്ങ് പോയല്ലോ. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അവൾക്ക് സഹിക്കാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞതു മുതല് അവള് മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, കഥ കടച്ച് ഒറ്റയിരിപ്പാ എന്നൊക്കെ അവർ പറയുന്നവൾക്ക് ഉമ്മറത്തെ കട്ടിലിരിക്കായിരുന്ന അച്ഛനും വിളിച്ച് പറയുന്നുണ്ട്. ഡാ പിള്ളേരെ, കഥക് തുറക്കുന്നില്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിലൊരുത്തൻ മേസ്തിരിയും വേറൊരുത്തൻ മെക്കാനിക്കും ഒരുത്തൻ ഡ്രൈവറുമാ. നിങ്ങൾ വല്ല കാർപ്പൻറ്ററായി നോക്ക്, അതാ നല്ലതെന്ന്. ഓ കോമഡി പറയാൻ പറ്റിയ സമയം എന്ന് നികേഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എടാ ഞാൻ പറഞ്ഞത് കോമഡിയൊന്നുമല്ല, കാര്യമാ. കഥക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പറ്റിയ ആളെ നോക്കണം, അല്ലാതെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് അച്ഛൻ വീണ്ടും വിളിച്ചു പറയുന്നവൾക്ക് സുഭാഷും അച്ഛനൊന്നും മിണ്ടാതിരിക്കേ എന്നച്ഛനെ വഴക്ക് പറയുന്നുണ്ട്. ആ പയ്യന്മാർ വീണ്ടും പറയുകയാ, ദേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വെറുതെ വിടില്ല, പിള്ളേരെന്ന് നോക്കണ്ട, കളി കാര്യവും പറഞ്ഞേക്കാമെന്ന് ഹരീഷും പറയുന്നുണ്ട്. ആ കുട്ടിക്ക് സങ്കടം വന്നു പറഞ്ഞു, അതൊക്കെ നമുക്ക് മനസ്സിലാവും, അതിനുവേണ്ടി വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട, അതങ്ങ് നിർത്തിയേക്ക്, പിന്നെ ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല, അത് കഥ കടിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കാർപ്പന്ററിനെ വിളിച്ച് കഥ തുറക്ക് എന്നവൻ പറയേ. അതാണ് എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഹാളിലെ ചെയറിലിരുന്ന് നിധിയും അവരുടെ സംസാരമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഡാ ചെല്ലട പിള്ളേരെ, ചെന്ന് കഥ തുറന്നു നോക്ക് എന്നിട്ട് വിളിക്കേ എന്ന് ഹരീഷ് വീണ്ടും പറയേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലാ എന്നവരുടെ ഫ്രണ്ട്സും പറയുന്നുണ്ട്. ഡാ അത് അപ്പോഴല്ലേ, ഇപ്പൊ മക്കള് ചെല്ലടാ, നിങ്ങൾ ചെന്ന് വാതിൽ തുറക്കാൻ നോക്ക്, ഒന്നും സംഭവിക്കില്ല. 2 ആഴ്ച ഫോണിലൂടെ സംസാരിച്ചതിന്റെ പേരിലെ ആരും ആത്മഹത്യ ചെയ്യാനൊന്നും പോവില്ല, നിങ്ങൾ ചെല്ലാൻ നോക്കെന്ന് ഹരീഷ് പറയേ. അവർ വണ്ടി എടുത്തു പോവുകയാ. സുധീഷും കുട്ടരും വീട്ടിലേക്ക് കയറി ഹാളിലേക്ക് എത്തുമ്പോഴേക്കും നികേഷും കൈ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സൂപ്പർ സുധീഷ് ഏട്ടാ, വെറൈറ്റി, അമേസിംഗ്, റിയലി അമേസിംഗ്. ദേ നേരിട്ട് സംസാരിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ സുധീഷ് ഏട്ടാ എന്ന് ഹരീഷും ചോദിക്കുക. ഓ എടാ പറഞ്ഞാലും മനസ്സിലാവേണ്ടടാ അവൾക്ക്, അങ്ങോട്ട് പറയുന്നൊന്നും മനസ്സിലാക്കാതെ ആ പെണ്ണ് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയ ഞാൻ പിന്നെ എന്തു ചെയ്യും? അതെ സുഭാഷേട്ടൻ എന്തിനാ അവളോട് എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞത്? അതാ ഇപ്പോ കൂടുതൽ പ്രശ്നമായതെന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുകയാ. സുഭാഷൻ ചോദിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ആ പെണ്ണ് കരഞ്ഞു നിലവിളിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഞാൻ പിന്നെ വേറെ എന്ത് പറഞ്ഞ് അവളെ ഒഴിവാക്കണമായിരുന്നു? ശരി, ഇവന് മോളെ വലിയ ഇഷ്ടമാണ്, കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു പോവാമെന്ന് പറയണമായിരുന്നു. എടാ നിന്നോട് ഇവിടെയുള്ള എല്ലാവരും ഇത് വേണ്ടെന്ന് പറഞ്ഞതല്ലേ? നികേഷ് അടക്കം പറഞ്ഞിട്ട് നീ കേട്ടോ? മാറി മാറി കളർ ഡ്രസ്സും ഇട്ട് സെന്റും പൂശി ബസ് സ്റ്റോപ്പിൽ പോയി വായി നോക്കി നിന്നിട്ട് നീ ഇപ്പോ ഒന്നും അറിഞ്ഞില്ലെന്ന് നടിക്കല്ലേ? എടാ കുട്ടി ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, അതിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് നാണമില്ലടാ? ഒന്നുമില്ലെങ്കിലും നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിയിട്ട് നിനക്കൊന്ന് മര്യാദക്ക് ഇരുന്നൂടെ? എടാ ബുദ്ധിയുള്ള ആരെങ്കിലും ഇത് ചെയ്യോ? എടാ നിനക്ക് ജീവിതത്തിൽ നന്നായിട്ട് പോണമെന്നില്ലേ? എന്താടാ നീ ഇങ്ങനെയായത്? ഇവിടെ ആർക്കും നിന്റെ ഈ സ്വഭാവം ഇല്ലല്ലോ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേറൊരു പെണ്ണിന്റെ പിന്നാലെ പോയി അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാ അപ്പോഴേക്കും ദേഷ്യം വരും. എടാ നിന്നോട് സംസാരിച്ചാലേ എന്റെ കൺട്രോൾ പോവും എന്ന് സുഭാഷ് ദേഷ്യത്തോടെ പറയേ. സുധീഷും പറയുന്നുണ്ട്, മതി സുഭാഷേട്ടാ, സുഭാഷേട്ടൻ പറഞ്ഞത് കേട്ടാ തോന്നും എനിക്ക് ശരിക്കും കല്യാണം നടന്നതുപോലെ ഉണ്ടല്ലോ.
എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനാണോ സംസാരിക്കുന്നത്? കേട്ടതൊന്നും കല്യാണം കഴിഞ്ഞ് സ്നേഹനിധിയായ ഒരു ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അങ്ങ് പുറത്തു പോയി വല്ല വൃത്തികേടും കാണിച്ചു എന്ന്. സുഭാഷേട്ടാ, ഈ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നതല്ലേ? ഇതെന്താ ഒറിജിനൽ കല്യാണ? സുഭാഷേട്ടാ, ഞങ്ങളുടേത് വെറും ഫേക്ക് മാരേജ് ആണ്. മാഡം ഇത് ശരിക്കുള്ള കല്യാണമാണെന്ന് കരുതുന്നുണ്ടോന്നാണോ സുഭാഷേട്ടന്റെ വിചാരം? എന്ന് പറഞ്ഞ് കസേരയിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന നിധിയെ ശ്രദ്ധിച്ച്, മാഡത്തിന് ഞാനും റോഡിൽ പോകുന്ന വഴിപോക്കരുണ്ടല്ലോ, അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നാ പറയുന്നത്. മാഡത്തിന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. മാഡം എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നതെന്നാണോ കരുതിയിരിക്കുന്നത്? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ? അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. നിങ്ങളെല്ലാവരെയും മാഡത്തിന് വലിയ ഇഷ്ടവും കാര്യവുമൊക്കെയാ. എന്നെയോ നിങ്ങളോടെല്ലാവരോടും മാഡം ഈസിയായി കണക്ട് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ എന്നോടുള്ള കണക്ഷൻ കൊണ്ടൊന്നുമല്ല. നിധി എനിക്ക് ഭാര്യയായി കാണാൻ പറ്റുമോ? അതിന് നിധി സമ്മതിക്കണ്ടേ? എങ്ങാനും മുറിയിലോട്ടൊന്ന് കയറി ചെന്ന അയ്യോ സുഭാഷിട്ടെ രക്ഷിക്കണേ ഓടിവാ എന്നും പറഞ്ഞ് നിലവിളിക്കല്ലേ? ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ പുറത്തൊരു പെൺകുട്ടിയോട് പോയി സംസാരിച്ചു, വെറുതെ സംസാരിച്ചു. അതത്ര വലിയ തെറ്റാ? ദാ ഇപ്പൊ തന്നെ മാഡം ഡിവോഴ്സിന് സമ്മതിച്ചിരിക്കുക. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അപരിചിതരായി മാറും. ഇതൊക്കെ ഞാനും ആലോചിക്കുന്ന കാര്യമല്ലേ? വേറൊരു കാര്യം അറിയോ? ഇന്നാളൊരു ദിവസം മാഡത്തിന്റെ ബോസ് ഇങ്ങോട്ട് വന്നിരുന്നില്ലേ? അന്നെന്നെ എന്തും പറഞ്ഞാ പരിചയപ്പെടുത്തിയതെന്നറിയോ? കസിൻ എന്നാ പറഞ്ഞത്, അല്ലാതെ ഭർത്താവ് എന്നല്ല പറഞ്ഞത്. മാഡത്തിന് അങ്ങനെ പറയാം. എന്നാ ഞാൻ പുറത്തു പോയി ആരോടെങ്കിലും സംസാരിക്കുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞു എന്നങ്ങ് പറയണം. ഇതെന്ത് നിധിയാ സുഭാഷേട്ടാ? അല്ല, നിങ്ങൾ ഉത്തരം പറ. ഞാൻ മാത്രം എന്റെ കല്യാണം കഴിഞ്ഞുന്ന് എന്തിനു പുറത്തു പോയി പറയണം? സുഭാഷേട്ടാ, എനിക്കിനിയും കല്യാണം കഴിഞ്ഞിട്ടില്ല. നിധി ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കാത്തൊരു കല്യാണം ഞാൻ മാത്രം റിയൽ ആണെന്ന് വിശ്വസിച്ച് സമയം കളയണോ? കുറച്ചു നാള് കഴിയുമ്പോഴേ ഡിവോഴ്സ് വാങ്ങി മാഡം അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പൊ വീണ്ടും ഞാൻ ഒറ്റയ്ക്കാവില്ലേ? അപ്പൊ ഞാൻ ഇപ്പോഴേ ഒരു കുട്ടിയോട് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാ അതിലെന്താ ഒരു തെറ്റുള്ളത് എന്ന് പറഞ്ഞ് നിധിയോടായി. എന്താ മാഡം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞതിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നിധി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരിപ്പാ. അവൻ വീണ്ടും സുഭാഷേട്ടനോടായി, എനിക്കും നിധിക്കും ഇടയിൽ നടന്നതേ ഒരു ഫേക്ക് മാരേജാ. നിധി എന്നെ ഹസ്ബൻഡായി പോലും കാണുന്നില്ല. മറ്റുള്ളവരോടൊക്കെ ഞാൻ കസിൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ടെക്നിക്കലി മാരീഡ് ആണെന്നത് ഒഴിവാക്കാനായിട്ടെ ഡിവോഴ്സിന് പോയിരിക്കുക. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ മാത്രം നിധി എന്റെ വൈഫാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് ശരിയാണോ? പറ, ശരിയാണോ? നിങ്ങൾ പറ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും മറുപടി ഒന്നും പറയാതെ നിൽപ്പാ. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് ഞാൻ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോഴും സുഭാഷേട്ടൻ പറയുന്നു ഞാൻ നിധിയെ ചതിച്ചു. എങ്ങനെ ഞാൻ ചതിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ കല്യാണം ശരിക്കും നടന്നതാണെങ്കിലേ അത് സത്യമാണെന്ന് എന്റെ ഭാര്യ അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ ആദ്യമേ അത് പോയി പറയുമായിരുന്നു. പക്ഷെ ഇത് സമ്മതിച്ചിട്ടില്ലല്ലോ. സുഭാഷേട്ടൻ വാ, ചെന്ന പെൺകുട്ടിയെ കാണ്. നിധിയാണ് എന്റെ ഭാര്യയെന്ന് ഞാൻ പറയാം. പക്ഷേ നിധി വരുമെന്ന് തോന്നുന്നുണ്ടോ? വരില്ല, അതെനിക്ക് ഉറപ്പാ. ഒരിക്കലും നിധി വരാൻ പോണില്ല. ഇനി പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനും സംസാരിച്ചു, ആ കുട്ടിയും സംസാരിച്ചു. ശരി എന്ന് കരുതി എനിക്ക് അവളോട് പ്രേമമാണെന്നാണോ? അങ്ങനൊന്നുമില്ല സുഭാഷേട്ടാ. അതും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ഭാര്യയെയും മറ്റൊരു പെൺകുട്ടിയെയും ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്റെ തലയിൽ കൊണ്ടിടുന്നത് എന്തിനാണ് എന്ന് സുഭാഷേട്ടനോടായി ചോദിച്ച് നിധിയുടെ നേരെ തിരിഞ്ഞ്, ഇനി നിധി പറ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത് എന്ന് ഹരീഷ് ശബ്ദം താഴ്ത്തി നികേഷിനോടായി പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴും നിധിയോടായി, എന്തിയേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നാണോ? നിധി, ഞാൻ പറഞ്ഞതല്ല ശരിയെന്ന് നിധിക്ക് പറയാൻ പറ്റൂ ഇല്ലയോ? പറ, ശരിയാണോ അല്ലയോ പറ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും അവിടെ നിന്ന് എഴുന്നേറ്റ്, അതെ ശരിയാണ്, നമ്മൾ എന്തായാലും ഡിവോഴ്സ് ആവാൻ പോവുകയല്ലേ, അപ്പൊ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നവൾ പറയുന്നവൾക്ക് സുധീഷും വല്ലാതാവുകയാ. നിധി സുഭാഷിനോടെ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഞങ്ങൾക്ക് നടന്നത് ഒരു ഫേക്ക് മാരേജാ. ഞാൻ സുധീഷിനെ ഭർത്താവായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ സുധീഷ് എന്തിനാ ആ കുട്ടിയോട് ഞാൻ വൈഫാണെന്ന് പറയേണ്ടത്? ഒരാവശ്യവുമില്ല. സുധീഷിന്റെ ചോദ്യം കറക്റ്റാ എന്നവൾ പുഞ്ചിരിയോടെ പറയുന്നവൾക്ക് ഇവളെന്റെ വാടപ്പിച്ചു കളഞ്ഞല്ലോ ഭഗവാനെ എന്ന് സുധീഷും പരിഭ്രമത്തോടെ മനസ്സിലോർക്കുകയാ. സുധീഷിനെ ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും ആര് വേണമെങ്കിലും പ്രേമിക്കാം, അതിനൊന്നും ഒരു തടസ്സവുമില്ല. സുഭാഷേട്ടൻ ചെയ്തതാ തെറ്റ്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞുന്ന് ആ കുട്ടിയോട് പറയാൻ പാടില്ലായിരുന്നു. അത് ശരിക്കും നടന്നിട്ടില്ലല്ലോ. സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത് ചെയ്തിരിക്കുന്നത് സുഭാഷേട്ടനാ എന്ന് നിധി പറയുന്നവൾക്ക് സുധീഷും മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോ കലിപ്പിലായിരുന്നല്ലോ, അതിപ്പോ മാറിയോ? നിധി വീണ്ടും സുധീഷിനോടായി, സുധീഷേ, നിങ്ങൾ പോയി ആ കുട്ടിയെ കാണ്. പാവം കഥ കടച്ച് ഉള്ളിലിരിക്കുകയാണ്. നിങ്ങൾ പോയി വിളിച്ചാ ഉറപ്പായിട്ടും ആ കുട്ടി കഥ തുറക്കും എന്ന് നിധി പറയുന്നവൾക്ക് ആകെ പെട്ടുപോയ സുധീഷും വിഷമത്തോടെ അവളെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയും നികേഷും ഗായത്രിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നതും ഗായത്രിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സുധീഷിന്റെയും അവളുടെയും മാരേജ് നടത്താനാണ് നിധി പോയിരിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് സുധീഷിനെ വട്ടം കറക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.